ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിപട്ടികയിൽ 2019 ദേവസ്വം ഭരണസമിതിയെയും ചേർത്തു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെയാണ് പട്ടികയിൽ ചേർത്തത്. വിവരങ്ങളുമായി ടി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ശബരിമലയിലെ സ്വർണ്ണ മോഷണം പോയ സംഭവത്തിലാണ് പ്രതിപട്ടികയിലേക്ക് കൂടുതൽ ആളുകളെ ചേർത്തിരിക്കുന്നത്. 2019 ദേവസ്വം ഭരണസമിതി അടക്കം പ്രതി ചേർത്ത സാഹചര്യമാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? 2 എഫ്ഐആറുകളാണ് ഇപ്പോൾ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ഇട്ടിരിക്കുന്നത്. രണ്ടാമത്തെ കേസിലാണ്, അതായത് ശബരിമല ക്ഷേത്രത്തിലെ വാതിൽപ്പടിയിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഇപ്പോൾ ഭരണസമിതി അംഗങ്ങളെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ എ പത്മകുമാർ, ശങ്കർദാസ്, ഒപ്പം അന്നത്തെ കമ്മീഷണറായിരുന്ന എൻ വാസു ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഒരു പ്രതിപട്ടികയുടെ പുറത്തു വന്നിരിക്കുന്നു. കാരണം ഇതിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ ആ പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെ ഉത്തരവാദിത്തത്തിൽ ഉള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ഭരണാധികാരികൾ അറിയാതെ എങ്ങനെ കൊള്ള നടന്നു എന്നതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ നിന്ന് ചോദിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. കൂടുതൽ പേര് ഇനിയും പ്രതി ചേർക്കപ്പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ കേസിലാണ് മുരാരി ബാബുവും ഒപ്പം തന്നെ, അതായത് മുരാരി ബാബു അന്നത്തെ മാനേജറായിരുന്നു. ഇപ്പോൾ അതിനുശേഷം അവസാന തീർത്ഥാടന കാലത്ത് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടന്നിരിക്കുന്നത്. എന്തായാലും ഈ 2 കേസുകളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന്, സ്വർണ്ണപ്പാളി ദ്വാരപാലക ശില്പങ്ങളുടെ മുകളിൽ വയ്ക്കുന്ന കവചമായ സ്വർണ്ണപ്പാളിയിൽ ബന്ധപ്പെട്ട ഒരു കേസും, രണ്ടാമത്തേത് വാതിൽ, അതായത് ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. അങ്ങനെ 2 എഫ്ഐആറുകളാണ് ഇട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇതുവരെയായും പ്രത്യേക അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. ഇവരെ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ചോദ്യം ചെയ്യലും ഒപ്പം ക്യാമ്പ് ഓഫീസും തുറക്കാനാണ് നിലവിലെ തീരുമാനം. അതിനായ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് രാവിലെ തന്നെ ശബരിമലയിൽ എത്തണം എന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ നിരീക്ഷകനായ ജസ്റ്റിസ് കെ ടി ശങ്കരൻ നൽകിയിരുന്നു. കാരണം അത് ഈ സ്വർണ്ണപ്പാളികളുടെ പരിശോധന പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. നിലവിലെ സാഹചര്യത്തിൽ സമാന്തരമായ 2 അന്വേഷണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേവസ്വം വിജിലൻസിനും അന്വേഷണം നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘവും അന്വേഷണം നടത്തി വരികയാണ്. ഈ കേസുകൾ 2 എടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം 2 കേസുകൾ എടുത്തത്. നേരത്തെ ഒറ്റ കേസായിട്ട് പരിഗണിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ ഇപ്പോൾ അത് മാറ്റി 2 കേസുകളായി എടുത്തിരിക്കുന്നു. അത് അന്വേഷണത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയാണ്. ഒന്നാമത്തെ കേസിൽ വ്യക്തമായി പറയുന്നത് അത് സ്വർണ്ണപ്പാളി ചെമ്പുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തേത് വാതിൽപ്പടി സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട. അങ്ങനെ 2 കേസുകളാണ് ഇപ്പോൾ നിലവിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും അന്വേഷണം പ്രത്യേക സംഘം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എഫ്ഐആർ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഏറിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ക്രൈംബ്രാഞ്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം പ്രതി ചേർത്ത പ്രതിപട്ടിക ഇറക്കിയിരുന്നു. ഇപ്പോൾ 2019 ദേവസ്വം ഭരണസമിതിയെയും പ്രതി ചേർത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇനി പ്രത്യേക അന്വേഷണ സംഘം ഏതെല്ലാം നടപടികളിലേക്കായിരിക്കും ഇനി കടക്കുക? ഇനി ചോദ്യം ചെയ്യലാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പം തന്നെ മുരാരി ബാബു, അന്നത്തെ ദേവസ്വം ബോർഡ് തയ്യാറാക്കിയ മഹസറിൽ ഉൾപ്പെട്ട 9 ഉദ്യോഗസ്ഥർ, അതായത് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി തയ്യാറാക്കിയ മഹസറുണ്ട്. ആ മഹസറിൽ ഒപ്പിട്ട 9 പേർ, അന്നത്തെ ദേവസ്വം സെക്രട്ടറി ജയശ്രീ ഉൾപ്പെടെ 9 പേരുണ്ട്. ആ 9 പേരെയും ചോദ്യം ചെയ്യും. രണ്ടാമത്തത് ഇതാണ്, വാതിൽപ്പാളി അല്ലെങ്കിൽ ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശാൻ കൊണ്ടുപോയതാണ്. ഇതുമായി ബന്ധപ്പെട്ട കേസിലാണ് രണ്ടാമത്തെ പ്രശ്നം. ഈ 2 കാര്യങ്ങളിലും ഇത്രയും ആളുകളെ ചോദ്യം ചെയ്യും. മാത്രമല്ല 6 ആഴ്ചത്തെ സമയമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളത് ഹൈക്കോടതി നിരീക്ഷണത്തിൽ തന്നെ നടക്കുന്ന ഒരു അന്വേഷണമായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ മാധ്യമങ്ങളെ കണ്ടു. വ്യക്തമായി അദ്ദേഹം പറഞ്ഞു, തന്റെ കാലത്ത് എന്തെങ്കിലും തരത്തിൽ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ്. താൻ അറിഞ്ഞോ അറിയാതെ ശബരിമലയെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ശരി, ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച സംഭവത്തിലാണ് പ്രതിപട്ടികയിൽ കൂടുതൽ ആളുകൾ ചേർത്തിരിക്കുന്നത്. 2019 ദേവസ്വം ഭരണസമിതി അംഗങ്ങളെയും പ്രതിപട്ടികയിൽ ചേർത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരാണ് പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. ഇനി ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.